കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സ്വരൂപം വെച്ച് മാത്രമുള്ള ഫലമാണ് പറയുന്നത്. അല്ലാതെ കൂറുകളുടെ ഫലങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. തുലാം രാശിയുടെ സ്വഭാവം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തുലാസാണ്. അത് ആ തുലാസ് കച്ചവടക്കാരുടെ കയ്യിലല്ലേ കാണുന്നത്. അതുപോലെ ഇവർക്കൊരു കച്ചവട മനസ്ഥിതി കാണും. പിന്നെ തുലാസ് നമുക്ക് കോടതിയിലും ഒക്കെ കാണാൻ പറ്റും. അതൊരു നീതി നടപ്പാക്കുന്ന ഒരു സ്വഭാവം ഇവർക്കൊരു അത് എല്ലാരെയും തുല്യമായിട്ട് കാണാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. ഇവർക്ക് തുറന്ന സ്വഭാവമായിരിക്കും. എല്ലാം തുറന്നടിച്ചു പറയുന്നവരായിരിക്കും കൂടുതൽ പേരും. എല്ലാവരും ഒന്നല്ല, അതിന് മറ്റു ഗ്രഹങ്ങൾ അനുസരിച്ച് വ്യത്യാസം വരും. കൂടുതൽ പേരും തടിച്ച ശരീരപ്രകൃതി ആവാനുള്ള സാധ്യതയുണ്ട്. ആ പതിവിൽ കൂടുതൽ മറ്റുള്ളവരെക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പേർക്കും ധനസമ്പാദനത്തിനുള്ള കഴിവ് കാണും, നീതിനിഷ്ഠ കാണും, വ്യാപാരത്തിനുള്ള കഴിവ് കാണും, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കും. വൃശ്ചികം രാശിയുടെ സ്വരൂപം തേളാണ്. തേളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വാലിലാണ് വിഷം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവര് മനസ്സിൽ വെച്ച് പെരുമാറാൻ സാധ്യത കൂടുതലുള്ളവരായിരിക്കും. ക്രൂരരും ദുഷ്ടരുമായിരിക്കും കൂടുതൽ പേരും. അതുപോലെ ഇവർക്കൊരു കൃത്യമായ ജീവിതശൈലി കാണുകയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നത്, നമുക്കറിയാവുന്നവരെല്ലാം കൂടുതൽ പേർക്കും നിശ്ചിതമായ ഒരു ജീവിതശൈലി കാണും. അബ്ദുൽ കലാമൊക്കെ വൃശ്ചികൻ രാശിക്കാരാണ്. അത് വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. എങ്കിലും ഒരുപാട് പേർ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. പലർക്കും നല്ല സ്വാധീനമുള്ളവരായിരിക്കും. അതൊക്കെ ദുരുപയോഗം ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ ചിന്താഗതികൾ നമുക്ക് മനസ്സിലാകില്ല. വലിയൊരു രഹസ്യ സ്വഭാവം കാണും ഇവർക്ക്. അതുപോലെ അസ്വാഭാവികമായ പെരുമാറ്റ രീതികളായിരിക്കും. ചന്ദ്രൻ നീചത്തിൽ പോകുന്ന രാശിയല്ലേ, അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവരുടെ പല പ്രവൃത്തികളും ഇവർക്ക് തന്നെ കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ധനുരാശിയുടെ സ്വരൂപം പേര് പോലെ തന്നെ ധനുസ് അല്ലെങ്കിൽ വില്ലാണ്. ഇവർ പൊതുവെ ധീരന്മാരായിരിക്കും. ആയുധം, വാഹനം, യന്ത്രം എന്നിവയിൽ താല്പര്യമോ അത് സംബന്ധമായ ജോലിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഞ്ചാരപ്രിയരായിരിക്കും. ഇവർ ജോലിയിലൊക്കെ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ചിലവ് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. ആഡംബരത്തിൽ ഭയങ്കര താല്പര്യമായിരിക്കും. അതുപോലെ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു സ്വഭാവം കാണും. കൂടുതൽ പേരും സിറ്റികളിലൊക്കെ താമസിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും. എല്ലാത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കാണും. അതുപോലെ ശത്രുക്കളെയൊക്കെ സംഹരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു പക വരാനുള്ള സാധ്യതയുണ്ട്. മകരരാശിയുടെ സ്വരൂപം ഒരു മാനിന്റെ തല, ഈ കാണിച്ചിരിക്കുന്ന പോലെ മത്സ്യത്തിന്റെ ശരീരം. ചിലർ മുതലേന്നാണ് കൂടുതൽ പേരും പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്വരൂപമായിരിക്കും. ഇവരുടെ അരയ്ക്ക് താഴെ മെലിഞ്ഞ ഒരു ശരീരമായിരിക്കും. അവരുടെ രാശി സ്വരൂപം കാണിക്കുന്നത് പോലെ. പിന്നെ നിഷ്കളങ്കരായിരിക്കും, നിരുപദ്രവ സ്വഭാവക്കാരായിരിക്കും. കരയിലും വെള്ളത്തിലും ഒരുപോലെ താല്പര്യം കാണിക്കുന്നവരാണ് ഇവര്. അതുപോലെ ഇവർക്ക് ഭയം കാണും എന്തിനും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയം ഒഴിവാക്കുകയാണ് ഇവര് ആദ്യം ചെയ്യേണ്ടത്. കുംഭൻ രാശിയുടെ സ്വരൂപം കുടമാണ്. ഒഴിഞ്ഞ കുടം തോളിലേന്തി നിൽക്കുന്ന ഒരു പുരുഷരൂപം. പക്ഷെ മിക്ക ചിത്രങ്ങളിലും ഈ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള സ്വരൂപമാണ്. ഇവർക്കൊരു പൊങ്ങച്ച സ്വഭാവമായിരിക്കും. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ പേരും. പൂർവീയ ധനമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാതെ വളരെയധികം സൂക്ഷിക്കണം. ഇവർക്ക് കൃഷിയിലൊക്കെ നല്ല താല്പര്യം കാണും. മിക്കവരും നല്ല ധൂർത്ത് ചെയ്യുന്നവരായിരിക്കും. ആഡംബരമൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വിദേശത്തൊക്കെ പോകാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അല്ലെങ്കിൽ വിദേശ ജോലികൾ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേര് ഇത് രണ്ടും ഉള്ളവരുണ്ട്. ഒന്നും ഇതിനകത്ത് ഒത്തുവരാത്തവരും ഉണ്ട്. എന്നാലും പൊതു സ്വഭാവം നമ്മൾ പറയുകയാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് മീൻ രാശിയുടെ സ്വരൂപം. ഒരു മത്സ്യത്തിന്റെ വാല് മറ്റൊരു മത്സ്യം കടിക്കുന്ന രീതിയിൽ. അതായത് ഇവർക്ക് ആ മുന്നോട്ടുള്ള ആ ഉയർച്ചയിൽ ഇങ്ങനെ ചില തടസ്സങ്ങൾ അവരവർ തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോകണം, അങ്ങനെ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വളരെയധികം സഞ്ചാരം ചെയ്യേണ്ട, അത് ജീവിതത്തിൽ വളരെയധികം യാത്രകൾ ചെയ്യേണ്ട ഒരു സന്ദർഭം ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓർക്കണം, ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്ന മീനൻ രാശിക്കാരെ നമുക്കറിയാം. എങ്കിൽ കൂടുതലും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വഭാവവിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇവരുടെ ഉറച്ച തീരുമാനമായിരിക്കും. ഇവർക്ക് പെട്ടെന്ന് ആരോടും മനസ്സ് തുറക്കുകയില്ല.
ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരുമായിട്ടും ഒത്തുപോകുന്ന ഒരു സ്വഭാവവിശേഷം ഇതിൽ പലരിലും നമുക്ക് കാണാം. എല്ലാവരിലും എന്ന് പറയരുത്. കലാരംഗത്തൊക്കെയുള്ള ഒരുപാട് പേർക്ക് ഈ രാശിയാണ്. അവരുടെ എല്ലാ സ്വഭാവം ഒന്നല്ലേ. അതുപോലെ നമ്മൾ ചിന്തിക്കണം. പലരുടെ ഒരു 10-30 പേരുടെയെങ്കിലും നാളുകളൊക്കെ കളക്ട് ചെയ്യണം. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് അവരുടെ സ്വഭാവവിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ. പൊതുവായിട്ട് ഉള്ള ഫലമാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു കൂറിന്റെ രാശി സ്വരൂപം മാത്രം വെച്ച് ഫലം നോക്കിയിട്ട് ആ ജ്യോതിഷം മൊത്തം തെറ്റാണ് അങ്ങനെയൊന്നും പറയരുത്. ഇതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഒരുപാട് വ്യത്യാസം വരും. ലഗ്നത്തിനനുസരിച്ച് വ്യത്യാസം വരും.